ആണവ കരാറിനെ ചൊല്ലി യുഎസിനും ഇറാനുമിടയിൽ വീണ്ടും സംഘർഷം. ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായതു മുതൽ ഇറാന്റെ ആണവ മുന്നേറ്റത്തിന് തടയിടാൻ ശ്രമിക്കുന്നു. 2 മാസത്തിനുള്ളിൽ പുതിയ ആണവ കരാറിൽ ഒപ്പിടണമെന്നും ആണവായുധം വികസിപ്പിച്ചാൽ ഇറാനിൽ ബോംബുകൾ വർഷിക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തവിടുപൊടിയാക്കുമെന്നും വൻ പ്രഹരശേഷിയുള്ള മിസൈൽ തയ്യാറാണെന്നും ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനി മൂന്നാം കക്ഷി വഴി ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആണവ കരാർ ഉണ്ടാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടിയുണ്ടാകുമെന്ന് ഫ്രാൻസ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി റഷ്യയും. യുഎസും ഇറാനും വെല്ലുവിളി ഉയർത്തിയതോടെ സംഘർഷ അന്തരീക്ഷം വിട്ടൊഴിയാതെ പശ്ചിമേഷ്യയും. നിരവധി ചർച്ചകളും ഊഹാപോഹങ്ങളും തുടരുന്ന ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ആണവായുധ വികസനത്തിന് ഇറാന് എത്രമാത്രം സാധിക്കുമെന്നതിലാണ് ചർച്ചകളേറെയും. 60% സമ്പുഷ്ടമായ യുറേനിയം ഉത്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ എന്നാണ് വെളിപ്പെടുത്തലുകൾ. 3 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ആണവായുധ ശേഷിയില്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിക്ക് കീഴിലുള്ള പ്ലാന്റുകളും സ്ഥാപനങ്ങളുമെല്ലാം രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതെല്ലാം എവിടെയാണെന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസിക്കോ ഇറാന്റെ മുഖ്യ ശത്രുക്കളായ ഇസ്രായേലിനോ യുഎസിനോ അറിയില്ല. അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ പ്രധാന ആണവ കേന്ദ്രങ്ങളെല്ലാം വൻമലകൾക്കകത്തും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലുമാണ്. നടാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ, ഖോണ്ടാം, ബുഷൈർ എന്നിവയാണ് പുറത്തറിയാവുന്ന ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ. ഇറാന് ഏകോപിതവും രഹസ്യവുമായ ആണവായുധ പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് യുഎസും യുഎൻ ആണവ നിരീക്ഷക സംഘവും 2003-ൽ കണ്ടെത്തിയിരുന്നു. ശക്തമായ വിമർശനങ്ങളെ തുടർന്ന് ഇറാൻ നിർത്തുകയും ചെയ്തു. യുഎസ്, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ ലോകശക്തികളുമായി 2015-ലുണ്ടാക്കിയ കരാർ പ്രകാരം ആണവ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാൻ സമ്മതിച്ചു. എന്നാൽ ആണവായുധ ശേഷിയില്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതുകൊണ്ടാണ് അപ്രഖ്യാപിത ആണവായുധ ശക്തിയായി ഇറാനെ ഇസ്രായേൽ കണക്കാക്കുന്നതും. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് 2018-ൽ തന്റെ ആദ്യ ഭരണകാലത്ത് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പിൻവാങ്ങിയിരുന്നു. അതിനുശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തൽ. ഇറാന് ഒരു അണുബോംബ് നിർമ്മിക്കാൻ എത്ര സമയമെടുക്കുമെന്നായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലെ പ്രധാന ചർച്ച. റഷ്യ പോലുള്ള ഒരു ആണവരാഷ്ട്രത്തിന്റെ സഹായം ലഭിച്ചാൽ ആഴ്ചകൾക്കുള്ളിൽ ഇറാന് അണുബോംബുകൾ നിർമ്മിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് രണ്ടാമതും അധികാരമേറ്റെടുത്തപ്പോൾ മുതൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത്. വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും മിസൈൽ, ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്ന് ട്രംപ് ഇറാനെ അറിയിച്ചിരുന്നു. ആണവായുധം വികസിപ്പിച്ചാൽ ഇറാനിൽ ബോംബുകൾ വർഷിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കൂടാതെ ഇറാനുമേൽ അധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് NBC ന്യൂസിന് കഴിഞ്ഞയാഴ്ച നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. അവർ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണമുണ്ടാകും. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അത്. കരാറിലെത്തിയില്ലെങ്കിൽ 4 വർഷം മുൻപ് ഞാൻ ചെയ്തതുപോലെ അവരുടെ മേൽ ഇരട്ട ചുങ്കം ചുമത്താൻ സാധ്യതയുണ്ട്, ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു. Faster and you understand the other side a lot better than if you go through intermediaries. They wanted to use intermediaries. I don't think that's necessarily true anymore. I think they're concerned. I think they feel vulnerable, and I don't want them to feel that way. I know for a fact. I think they'd like to have direct talk. ഇതോടെ പശ്ചിമേഷ്യയിൽ അടുത്തെങ്ങും സമാധാനം പുലരില്ലെന്ന് ഉറപ്പായി. ഇറാന് ചുറ്റുമുള്ള മേഖലയിൽ അമേരിക്കയ്ക്ക് കുറഞ്ഞത് 10 താവളങ്ങളെങ്കിലും ഉണ്ടെന്നും അവർക്ക് 50,000 സൈനികരുണ്ടെന്നുമാണ് ഇറാന്റെ തന്നെ വെളിപ്പെടുത്തൽ. ആണവ കരാറിൽ ഒപ്പുവെക്കാൻ 2 മാസമാണ് ഇറാന് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചിരിക്കുന്ന സമയം.
ആണവ കരാറുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചർച്ചയ്ക്ക് സന്നദ്ധമാകണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 7-ന് UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് വഴി ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തു നൽകിയിരുന്നു. ട്രംപിന്റെ ആവശ്യത്തെ അവഗണിച്ച ഇറാൻ കത്തിനുള്ള മറുപടി ഒമാൻ പ്രതിനിധി വഴി US-നെ അറിയിച്ചു. ആണവ കരാർ ഒപ്പിടാത്തതിന്റെ പേരിൽ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ആയത്തുള്ള അലി ഖമേനി US-നും മുന്നറിയിപ്പ് നൽകി. US-ന്റെ എല്ലാ സ്ഥാപനങ്ങളും നശിപ്പിക്കാൻ തങ്ങളുടെ മിസൈലുകൾ സജ്ജമാണെന്നും ഖമേനി പറഞ്ഞു. ഈ മിസൈലുകളിൽ ഗണ്യമായ എണ്ണം രാജ്യത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള ഭൂഗർഭ അറകളിലുണ്ട്. അവ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ടെന്നും പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് അലി ലാരിജാനിയെ ഉദ്ധരിച്ച് ദ ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. മിസൈൽ ശേഖരത്തിന്റെ വീഡിയോ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവറും പുറത്തുവിട്ടിരുന്നു. അതിനിടെ US-മായി നേരിട്ട് ചർച്ച നടത്തുന്നതിനുള്ള സാധ്യത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തള്ളിക്കളഞ്ഞു. എന്നാൽ മുൻകാലങ്ങളിൽ എന്ന പോലെ മൂന്നാം കക്ഷി വഴി ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. 2020 ജനുവരി 3-ന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ US ഡ്രോണാക്രമണത്തിൽ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള സംഭവങ്ങളാണ് ട്രംപുമായി ഇടപഴകാൻ ഇറാൻ വിമുഖത കാണിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാന്റെ വാദം. 2015-ലെ ആണവ കരാർ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരണം 3.67% വരെയും സംഭരണം 300 കിലോഗ്രാമിൽ കൂടരുതെന്നും പരിമിതപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ യുറേനിയം ശേഖരം 8294.4 കിലോഗ്രാം എത്തിയെന്നും അതിന്റെ ഒരു ഭാഗം 60% വരെ സമ്പുഷ്ടമാക്കിയെന്നും ആരോപണമുണ്ട്. ഇറാന്റെ ആണവ നയത്തിനെതിരെ ഫ്രാൻസും രംഗത്തെത്തി. ആണവ കരാറുണ്ടാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടി വേണ്ടിവരുമെന്നും നയതന്ത്ര സാധ്യത മങ്ങുകയാണെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഷോൺ നോയൽ ബാരറ്റ് പറഞ്ഞു. 2015-ൽ ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാർ ഈ വർഷം ഒക്ടോബറിൽ അവസാനിക്കുമെന്നും അതിനു മുൻപ് കരാർ പുതുക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും ഷോൺ നോയൽ പറഞ്ഞു. ഇറാനിലെ വിഷയത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. അതേസമയം ഇറാനെതിരെ സൈനിക ഭീഷണി മുഴക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് റഷ്യയുടെ പ്രതികരണം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മരിയ സാക്കറോവ വ്യക്തമാക്കി. ഇറാനുമായുള്ള ബന്ധം വഷളായതിനു പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ ക്യാമ്പ് തണ്ടർ ബേയിൽ ആണവശേഷിയുള്ള 6 B-2 ബോംബർ വിമാനങ്ങൾ അമേരിക്ക വിന്യസിച്ചുവെന്നാണ് റിപ്പോർട്ട്. പ്ലാനറ്റ് ലാബ്സ് വിശകലനം ചെയ്ത ഉപഗ്രഹ ഫോട്ടോകളുടെ അടിസ്ഥാനത്തിലാണ് B-2 ബോംബറുകളുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനു പുറമെ പേർഷ്യൻ ഗൾഫിലും US സാന്നിധ്യം കടുപ്പിക്കുന്നതായാണ് വിവരം. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിലടക്കം ബോംബിടാൻ ശേഷിയുള്ള B-2 നിർണായകമാണെന്ന് കണക്കാക്കുന്നു. യമനിലെ ഹൂതി വിമതരെ ലക്ഷ്യമിട്ട് US വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ബോംബർ വിമാനങ്ങളുടെ സാന്നിധ്യം. ആണവ കരാറിൽ ഇറാൻ ഒപ്പിടാൻ വിസമ്മതിച്ചാൽ പശ്ചിമേഷ്യയിൽ മറ്റൊരു പോർമുഖം തുറക്കുമോ എന്ന ആശങ്കയും ശക്തമാകുന്നു.